അവിടെ ഒരു പുലിയുടെ ശബ്ദം കേൾക്കുന്നു. നമുക്കതിനെ പിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് എന്നെ നോക്കിയാൽ മതിയോ? വാ, നമുക്ക് പെട്ടെന്ന് ഓടാം. താറാവേ, പുലി എങ്ങോട്ടാ പോയതെന്ന് അറിയാമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുലിയുടെ നിറം വെള്ളയാണോ ചേട്ടാ? അവന്റെ പുറത്ത് കറുത്ത വരയൊക്കെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് സീബ്ര. നമ്മൾ അന്വേഷിക്കുന്നത് പുലിയാണ്. ഇത് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് കേട്ടാ. മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യും. ഓറഞ്ച് കളറിലെ ശരീരത്തിൽ കറുത്ത പുള്ളിയുള്ളത് അതല്ലേ പുലി? അതെ, അത് തന്നെ. ആ പുലി എങ്ങോട്ടാ പോയത്? ഇങ്ങോട്ട് പോണ പോലെയാ തോന്നിയത്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോ ഇങ്ങോട്ട് പോയതുപോലെ തോന്നി. എനിക്കാകെ ഡൗട്ടായിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാ വരൂ വാ. നമുക്ക് എല്ലാവർക്കും ആ പടി ഇറങ്ങിപ്പോവാം. അവിടെയാണ് കാവൽക്കാർ കുറവുള്ളത്. നീ വിഷമിക്കേ വേണ്ട. ചെവിയൻ ആ കാവൽക്കാർക്ക് പിടികൊടുക്കേയില്ല. അവൻ മുയലല്ലേ, വേഗം ഓടി രക്ഷപ്പെട്ടോളും. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും പതുക്കെ ഓടുന്ന പുലി ഇത് തന്നെയാണ്. ഞാൻ പുലിയല്ലെന്ന മുയലാണ്. പറ്റിക്കാനാണ് നീ നോക്കുന്നത്? കുറച്ചു നേരം മിണ്ടാതിരിക്കുക. ഇതിനെ നമുക്ക് പുലിയുള്ള ഗുഹയിൽ കൊണ്ടുപോയി തള്ളാം. ഇത് പുലിയാണെങ്കിൽ അവരൊക്കെ ഫ്രണ്ട്സ് ആയിക്കൊള്ളും. മുയലാണെങ്കിൽ പുലികളുടെ വിശപ്പകറ്റാൻ അത് ഇരയായി തീരും. അണ്ണ, സത്യമായിട്ട് ഞാൻ പുലിയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്ക്. എന്നെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? സബീന, ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കളാണ്. നിന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാ വന്നത്. വലിയ സന്തോഷം. നമ്മുടെ സൈനികർ ഏതോ പുലിയെ പിടിച്ചു എന്ന് പറയുന്നു. എനിക്കെന്തോ സംശയം തോന്നുന്നു. എന്തായാലും വരാൻ പറയൂ. പുലി ഇവിടെ കൊണ്ടുവരൂ. നീ എങ്ങനെ രക്ഷപ്പെടും നമുക്കൊന്ന് കാണണം. സംശയമേ ഇല്ല. ഈ വന്നിരിക്കുന്നത് ആ മുയലാണ്. കോസ്റ്റ്യൂമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആളെ മനസ്സിലാക്കാൻ പറ്റി. ഇവനെ പിടിച്ചടച്ചിടുകയാണെങ്കിൽ അവന്മാരെല്ലാം ഇവിടെ എത്തും. മഹാരാജൻ ഇവനെ വിട്ടുകളയരുത് കേട്ടോ. നമ്മുടെ പുലികളെ തുറന്നുവിടൂ. ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അയ്യോ, ഇങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ. ഞാനും പുലി തന്നെയാണ്. അച്ഛൻ പുള്ളിപ്പുലി, അമ്മ വള്ളിപ്പുലി, അപ്പൂപ്പൻ തല്ലിപ്പുലി, പിന്നെ ഞാൻ പുലി. നീ പുലിയാ? പുലി എന്ന് പറഞ്ഞ് നീ വെറുതെ ഞങ്ങൾ അവമാനിക്കാതെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു പുലിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ അപമാനിക്കാൻ ഒരുക്കമല്ല. നമുക്കൊരു കോംപ്രമൈസിലെത്താം. നിങ്ങൾ എന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്യാരറ്റ് തരാം. കണ്ടാ, ഞാനാണ് മുയൽ. പക്ഷേ ഞങ്ങൾ പുലികളാണ്. അയ്യോ പുലിയണ്ണന്മാരെ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യില്ല. ആരെങ്കിലും ശബ്ദം കേൾക്കുന്നു. അവൻ എവിടെയോ അകപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് അവനെ രക്ഷിക്കണം. ചെവിയനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എല്ലാരും ഒന്ന് സമാധാനമായിട്ടിരിക്കേ കേട്ടോ. അയ്യോ പിടിക്കല്ലേ, ഓടി വരട്ടെ, രക്ഷിക്കണേ. ആ പുലി എങ്ങനെ വിരട്ടുന്ന നോക്ക്. തീർച്ചയായിട്ടും ആ പുലി തന്നെ ജയിക്കും. ആ പുലി ജയിക്കൂല, മുയലേ ജയിക്കൂ. എത്ര രൂപ ബെറ്റ്? ജയിക്കുന്നവർക്ക് ഞാൻ മുയലിന്റെ കറി വെച്ച് തരും. എങ്ങനെയുണ്ട്? നീ സംശയിച്ചത് ശരി തന്നെയാണ്. പെറ്റ് പാൽസ് അകത്തെത്തിക്കഴിഞ്ഞു. അവിടെ നിൽക്കേ. തള്ളേ പുലി നിന്ന്. ഈ പെറ്റ് പാൽസിന്റെ കഥ ഇന്നത്തോടെ കഴിയും. നല്ല കെണിയിലാ പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മൊത്തം 7 പേരുണ്ട്. ആ പുലികൾ 2 ഉള്ളൂ. നിങ്ങളെ ആരാ കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത്? വരൂ വരൂ. രാവിലെ ഞാൻ ആരെയാ കാഴ്ച കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പുലിയെ കണ്ടാലേ ഞാൻ ഓടും. ఇప్పుదా 4 పులి నిల్కొന്നു ഇവിടെ. వేళ నువ్వు కట్టిన వారధి విరిగిపోతే? ఒకవేళ వారధి విరిగిపోతే నేను అన్నిటినీ వదిలేస్తాను. നിനക്ക് 3 പേര്, എനിക്ക് 3 പേര്. ഓക്കെ ഇത്രയും. സൂപ്പർ മഞ്ഞകളി. വളവളാന്ന് സംസാരിക്കാതെ മത്സരം തുടങ്ങാൻ നോക്ക്. പുലികൾക്ക് നമ്മൾ എന്താ മെഡലാണോ കൊടുക്കാൻ പോകുന്നത്? ആ പെറ്റ് പാൽസിനെ കൊന്നു തിന്നാൻ പറയൂ പെട്ടെന്ന്. നല്ല സമയം. ഇത്തവണ നമ്മളെ ഗോദയിലേക്ക് ഇറക്കി വിട്ടതേ. തങ്കു, അവര് കേൾക്കേണ്ട. അവിടെ 4 പുലികളുണ്ട്, കണ്ടില്ലേ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ പോയി ആ പെറ്റ് പാൽസിനെ വരട്ട്. ഇവിടുന്ന് ഓടിക്കോ. ആയി കുട്ടപ്പ, നമുക്ക് ഓടിക്കാം. വാ. ഓ, നിങ്ങൾ വന്നോ? ഇത്ര നേരം എന്താ നിങ്ങളെ കാണാത്തെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് എത്തിയല്ലോ. ഇതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം മഞ്ഞകളി. ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടാൻ മഞ്ഞക്കിളി ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നെന്ന് നീ നോക്ക്. ഇതിനെ തിന്നാൽ വായിലൊട്ടാനുള്ളതേ ഉള്ളൂ. വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ അറ്റാക്ക് ചെയ്യാമോ? ആർക്ക് കിട്ടുകയാണെങ്കിലും അതിന്റെ പകുതി. എന്തരോ ഇതെല്ലാം കഴിയുമ്പോ നമ്മളൊരു പരുവാവും തോന്നുന്നു. നമ്മളെന്ന് പറയാതെ തങ്കു, ഞാനൊരു വീരനാണ്. അടിപൊളി മഞ്ഞക്കിളി. എല്ലാവരും ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വേഗാവട്ടെ. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്.
കണ്ടില്ലേ, അവര് പിന്നെയും ജയിക്കാൻ പോകുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും വേസ്റ്റ് ആയി പോയല്ലോ. 4 പുലികൾ ഉണ്ടായിരുന്നിട്ടും ഒരു ഗുണവുമില്ല. പിന്നെ നിന്നെയൊക്കെ എന്തിനാ പുലി എന്ന് പറയുന്നത്? ഇതാ ഞങ്ങൾ സബീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, വളരെ നന്നായി. നിങ്ങൾ വളരെ കടുത്ത ഒരു മത്സരം കഴിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തും നേരിടാൻ കഴിയും. വെറുതെ സംസാരിച്ച് സമയം കളയാതെ ഞങ്ങളുടെ ടീമിനെ മുത്തുക. അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ സബീനയെ രക്ഷിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. അതും ഞാൻ സിനിയുടെ കയ്യിലേ കൊടുക്കൂ. കാരണം അത് നിനക്കാണ് കൂടുതൽ മാച്ച് ആവുന്നത്. കണ്ടോ, നിങ്ങൾ ചെയ്ത ജോലിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരേണ്ടതാണ്. പക്ഷെ എന്റെ അടുത്ത് ഒരു കിരീടമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് സിനിക്ക് സമ്മാനമായി നൽകുന്നു. വാങ്ങിക്കൊള്ളൂ. ഞാൻ സബീനയെ ഈ നാട്ടിലെ രാജകുമാരിയാക്കാനാണ് കടത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോ ആ പെറ്റ്പാൽസ് അവളെ രക്ഷിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ നാട്ടിൽ രാജകുമാരി ഇല്ല. എന്റെ വയറ് കാത്തുന്നേ. ഓ ഓ ഓ, വയറല്ലേ കത്തുന്നു എന്ന് പറഞ്ഞത്? അതിനാണോ ഈ ഫയർ എഞ്ചിൻ? പെറ്റ്പാൽസും പോയി, എന്റെ സബീനയും പോയി. ആ വൃത്തികെട്ട കാക്കയെ കിട്ടിയിരുന്നെങ്കിൽ. ഇനി നടക്കാനുള്ളതൊക്കെ നന്നായിട്ട് നടക്കും. എന്റെ ആശംസകൾ. ഇത് ഞങ്ങൾ നേരത്തെ ഒരുപാട് കേട്ടിട്ടുള്ളതാ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഇതാ ഈ മുത്ത് പതുക്കെ എടുത്തോളൂ. ഈ മുത്ത് ഞങ്ങളുടെ കയ്യിൽ വരാൻ കാരണം നീയാണ്. എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളോട്. ഈ നാട്ടിലേക്ക് തിരിച്ചെത്താൻ നിങ്ങളാ കാരണക്കാരായത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. ഓ, അതിലവൻ വീണു. ഇനി 3 ദിവസത്തേക്ക് ഇവൻ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരയ്ക്കും നമ്മൾ 24 മുത്തുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനിയും 2 മുത്തുകൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിലേ മിഡിൽ വുഡ്സിനെയും അവിടെയുള്ള മൃഗങ്ങളെയും നമുക്ക് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ മാന്ത്രിക കാക്ക എല്ലാം നശിപ്പിക്കും. അപ്പൊ ആകെ എത്ര ദിവസമായി കാണും? 3 പൗർണമി. അപ്പൊ എത്ര പൗർണമി കടന്നിട്ടുണ്ടാവും നമ്മൾ? 2.5 പൗർണമി കഴിഞ്ഞോ? അപ്പൊ ഇനി 1/2 പൗർണമി ഉണ്ടല്ലോ. വിഷമിക്കാതെ, ഇനി 2 ഉള്ളൂ. അത് നമുക്ക് കണ്ടുപിടിക്കാന്നേ. മാന്ത്രികക്കാക്കെ വിജയിക്കാൻ വിടില്ല. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ പെറ്റ്പാൽസ് നേരെ ഇങ്ങോട്ടാ വരുന്നത്. നിങ്ങൾ രണ്ടുപേരും റെഡിയായിരുന്നോണം. ഇത്തവണ അവർക്ക് മുത്ത് ലഭിക്കാനേ പാടില്ല. ജാഗ്രതയായിരിക്കെ. വിഷമിക്കുണ്ടാവും ഞങ്ങൾ പറയും. പക്ഷെ അവസാനം തുടക്കത്തിലെ അപശകുനം പറയാതെ. ഇത്തവണ നല്ലത് തന്നെ നടക്കും. പെറ്റ്പാൽസിന് മുത്ത് കിട്ടില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. ഞങ്ങൾ രണ്ടുപേരും വളരെ സിൻസിയറായിട്ട് പ്രവർത്തിച്ച് പെറ്റ്പാൽസിനെ തടഞ്ഞ് മുത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നത്. ആവേശം കൊള്ളാം. ഈ ആവേശം നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ മുത്തിപ്പോ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിരുന്നേനെ. അതെല്ലാം പോട്ടെ, സമയം ഇപ്പോഴും വൈകിട്ടില്ല. ബാക്കി 2 മുത്തെങ്കിലും നമ്മുടെ കയ്യിൽ വന്നു ചേരണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതിന് തക്ക ബഹുമതിയും ഞാൻ നൽകാം. ഈ മാന്ത്രിക കാക്കയ്ക്ക് വേറെ ജോലിയില്ലേ? നമ്മൾ പോകുന്നിടത്തെല്ലാം വരും. നമ്മളെ പോലെ തന്നെ അവർക്കും മുത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വരുന്നത്. ശരിയാ, മുന്തിരി കണ്ട കുറുക്കനെ പോലെ ഇങ്ങനെ ഓടല്ലേ. എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടും. കണ്ട, ആനയ്ക്ക് അലങ്കാരമൊക്കെ ചെയ്ത് പൂമാല ഇട്ട് വച്ചിരിക്കുന്നത്. ഇതിനെതിരാണ് പൂമാല. അത് കണ്ടോ, നമുക്ക് ഉപദേശം തരാനായിട്ട് ആ പക്ഷി എത്തിച്ചേർന്നിട്ടുണ്ട്. വാ, അതിനടുത്ത് പോ. എല്ലാവരും മുത്തെടുക്കാനല്ലേ വന്നിരിക്കുന്നത്? അതെ, അതിനെന്താ ഇത്ര സംശയം? മുത്തിനെ കുറിച്ച് പറയാൻ വേറൊരാൾ വരുന്നുണ്ട്. അയാൾ വരുമെന്ന് പറയാനാണ് ഞാനിപ്പോ വന്നത്. സംശയങ്ങളൊക്കെ അയാളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അതിനാണെങ്കിൽ അയാൾക്ക് നേരിട്ട് വന്നാ പോരെ. ഇത് വേറൊരാൾ വന്ന് വെറുതെ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നു. സംസാരിച്ച് വെറുതെ സമയം കളയുന്നതാണ് നിന്റെ ഏറ്റവും വലിയ വിനോദം. മര്യാദയ്ക്ക് താഴെ ഇറങ്ങ. എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. നീ അവിടെ കയറി ഇരുന്നാൽ എന്നെ സഹായിക്കുന്ന ആരാ? ഒരുപക്ഷെ ചന്ദ്രൻ സിനിയുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ആ ചന്ദ്രന്റെ അവസ്ഥ എന്തായിരിക്കും? തളയെ ചിന്തിക്കാൻ വയ്യ. ചന്ദ്രനല്ല, വേറെ ആരായിരുന്നാലും സിനി വായടപ്പിക്കും. നമ്മളിപ്പോൾ മുത്ത് എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് എവിടെയുണ്ടെന്ന് ആരാ പറയാൻ പോകുന്നത്? ചെവിയാ, അനങ്ങാതെ നിക്കണേ. നിന്റെ പുറകിലൊരു വലിയ രൂപം. അത് വേറെ ആരുമല്ല, എന്റെ അടുത്തൊരു കുട്ടി ആന ഇരിക്കുന്നില്ലേ, അതിനെ സംരക്ഷിക്കാൻ വന്ന വലിയ ആനയായിരിക്കും. അതിനെ നമുക്ക് അനുനയിപ്പിച്ച് പറഞ്ഞു വിടാമേ. നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സംസാരിക്കേ. നിന്റെ പുറകെ നിൽക്കുന്നത് കോബ്രയാ. എന്തോന്ന് സിനി, അത് കോബ്ര ആയിരിക്കില്ല, സീബ്ര ആയിരിക്കില്ല തന്നെ അണ്ണ. ശാസ്താവേ, എന്നെ കണ്ടാരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വിവരം തരാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ മുത്തന്വേഷിച്ചല്ലേ വന്നിരിക്കുന്നത്? പക്ഷെ ഇത്തവണ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഭാവി പറയുന്ന ഒരു മന്ത്രവാദിയെ കണ്ടെത്തും. അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കണോ? ശരി. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മോളെ, സിനി മോളെ. ഒരു നല്ല വാർത്തയുണ്ട്. ഇത്തവണ നമ്മൾ പെറ്റ്പാൽസിനെ തടഞ്ഞാൽ മതി. അതല്ലേ ഇതുവരെ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നു. അവരെ തടയാൻ ഒരു പുതിയ എതിരാളി ആവശ്യമാണ്. നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. വാ. ഇതിനകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടേ, വെളിയിൽ വാ.
ബാൻഡു പുറത്തേക്ക് വാടാ. ബാൻഡു എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് പോലെ ചെറുതായിരിക്കോ അതോ വലുതായിരിക്കോ? ആ പെറ്റ്പാൽസിനെ തോൽപ്പിക്കാനുള്ളത് അറിയാലോ. അവൻ പുറത്തു വന്നാലേ ഇവരുടെ സംശയം തീരൂ. അവൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്തു കൊണ്ടുപോവാ, അല്ലെങ്കിൽ മാനം പോകും. അതിനകത്ത് കൈയിട്ട് അവൻ കൊത്തൂലേ? കൊത്തിയാലോ നിന്നെയല്ലേ കൊത്തു. എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവനെ വെളിയിൽ കൊണ്ടുവാ. എന്തിനാടാ ചിരിച്ചോണ്ട് കണ്ണു തള്ളുന്നേ? അവനെ വെളിയിൽ കൊണ്ടുവാ. പുറത്തു വാ. ആരാണത് ഉറങ്ങുമ്പോ വന്ന് സംസ്കാരമില്ലാത്ത കൂജയിൽ തട്ടുന്നത്? എവനാണോ നിങ്ങളുടെ ബാൻഡു? ഏയ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴാ വന്നത്? ആരായി കൂടെ നിൽക്കുന്ന കുട്ടിത്തേവാങ്ക്? കുട്ടിത്തേവാങ്ക് ഞാനല്ല, ദാ ഇവന്മാര് രണ്ടുവാ. എനിക്ക് വേണ്ടി നീ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യണം. അതിനൊരു ബഹുമതി ഞാൻ നിനക്ക് തരും. എന്തു പറയുന്നു? ബഹുമതി ഒന്നും എനിക്ക് വേണ്ട. പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. വൃത്തികെട്ടാണെന്ന പേര് കിട്ടിയാൽ മാത്രം മതി. ഇത് വ്യത്യസ്തമായ കഥാപാത്രമാണെന്ന് തോന്നുന്നു. കഥയില് പാത്രം ഉണ്ടാവണം, പക്ഷെ പാത്രത്തിൽ കഥയുണ്ടാവരുത്. എന്തൊക്കെയോ പിച്ചും പേയും നീ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് നിന്റെ വിശ്വാസമാണ്. ആ പെറ്റ്പാൽസിനെ നീ തടയണം. എപ്പ തടയണമെന്ന് പറഞ്ഞാ മതി. അവരെ നമുക്ക് ആവശ്യമുള്ളൊരു മുത്തെടുക്കാൻ വേണ്ടി വായടക്ക്. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ശത്രുക്കൾ പെറ്റ്പാൽസ് വന്നുകൊണ്ടിരിക്കുക. അവരെ തടഞ്ഞാൽ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവര് ഭയങ്കര ബുദ്ധിശാലികളാണ്. നിങ്ങളും അല്പം സൂക്ഷിക്കണം. അവർക്ക് വേണ്ടി വല വിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കുടുങ്ങാതെ നോക്കുകയും വേണം. നീ വിരിച്ച വലയിൽ നീ തന്നെ കുടുങ്ങരുത്. ഉണർന്ന് പ്രവർത്തിക്കണം. ഓർത്തോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കിപ്പോ അറിയേണ്ട കാര്യം അവരെങ്ങനെ ഇരിക്കുമെന്നാണ്. പറഞ്ഞു തരൂ. എല്ലാം 2 ഇഞ്ചും 3 ഇഞ്ചും ഒക്കെ ഉള്ളൂ. അപ്പൊ പ്രശ്നമില്ല. എല്ലാത്തിനും ഒറ്റ വായിൽ വിഴുങ്ങിക്കളയാം. നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവർക്കേ പറ്റുന്നില്ല, നിനക്കെങ്കിലും പറ്റുമോ? അടി എരന്ന് വാങ്ങിക്കണോ? യവൻ പറയുന്നത് നീ കാര്യമാക്കരുത്. പെറ്റ്പാൽസിന്റെ മുന്നിൽ നീ ഭാവി കാര്യം പറയുന്ന മന്ത്രവാദിയെ പോലെ അഭിനയിക്കണം. അതിനാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. ശരി, അത് ഞാൻ നോക്കിക്കൊള്ളാം. പോകുന്ന വഴിയിൽ ഭാവി പറയുന്ന മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ വലിയൊരു പാമ്പുണ്ട്. ഇനി അതായിരിക്കോ? അവിടെ ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ചെവിയാ, അവര് ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ അതല്ല പ്രധാനം. അവര് രണ്ടുപേരും നമ്മൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് എന്നാ എനിക്ക് തോന്നുന്നത്. അവരെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തിലാ ഞാനിപ്പോ. നീ എന്നോട് പറഞ്ഞ പെറ്റ്പാൽസ് ഇവര് തന്നെയാണോന്ന് നോക്ക്. അവർ ഈ വഴിക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ കടന്നു പോകാൻ അനുവദിക്കരുത്. മനസ്സിലായോ? അവര് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇവരുടെ ഭാവി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്തോ. ഈ കാട്ടിൽ നിങ്ങൾ പുതുമുഖങ്ങളാണല്ലോ. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അണ്ണാ, ഞങ്ങൾ ഈ കാടൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ വന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് മറ്റൊരു പരിപാടിയും ഇല്ല. ഞങ്ങളെല്ലാം ടൂറിസ്റ്റുകളാണ്. നീ ആരാണ്, ഏതൊക്കെ സമയത്ത് ഭാഷ മാറ്റും എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. നിന്നെ പറ്റി എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ തടയാനായി ഞാൻ വന്നത്. നീ ആ സിനി തന്നെയല്ലേ? ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ എന്റെ പ്രശസ്തി കാടോളം വളർന്നിട്ടുണ്ടെന്ന്. എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ലോക പ്രശസ്തി നേടിയവളാണ്. നീയും ചെവിയനും കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാവരും ഇപ്പൊ അകപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇതെന്തിനാ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്? മിക്കവാറും ആ മാന്ത്രിക കാക്ക നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ശരി, രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. മഞ്ഞക്കിളി എന്ത് പറയുന്നു? നമ്മുടെ മഞ്ഞക്കിളി ഒരു ഐഡിയ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാ നമ്മൾ നേരെ പോയി നമ്മുടെ ശത്രുവിനോട് തന്നെ വഴി ചോദിക്കണം. ഞങ്ങൾ വളരെ കഠിനമായ ഒരു കാര്യത്തിന്റെ ഉത്തരം തേടി വന്നിരിക്കുന്നവരാണ്. ഉത്തരവല്ലേ? അത് ഞങ്ങൾ പറഞ്ഞോളാം. സംശയം ചോദിച്ചു വരുന്നവർക്ക് നല്ല മറുപടി നൽകി നല്ല വഴി കാണിച്ചു കൊടുക്കും. ഇതാണ് കാലങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ എന്തിനാണ് നരി ചന്ദ്രനെ നോക്കി ഓരിയിടുന്നത്? അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. രണ്ടുപേരിൽ ആരാണ് പറയേണ്ടത്? പൂവോ തലയൊന്ന് ടോസ് ഇട്ട് നോക്കാം. പൂവും തലയൊക്കെ നോക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അഥവാ ഒരു കോയിൻ കിട്ടി നമ്മൾ ഇട്ട് നോക്കിയാൽ അത് മണ്ണിനടിയിലോ മറ്റോ പോയാലോ? അപ്പൊ പൂവാണോ തലയാണോ എന്ന് അറിയാനും പറ്റില്ല. നമ്മുടെ ചോദ്യത്തിന് ഉത്തരവും കിട്ടില്ല. വേറെന്തെങ്കിലും ഐഡിയ നോക്ക്. ശരി സിനി, അക്കരെ നിൽക്കും കൊക്കക്കോ, ഇക്കരെ നിൽക്കും കൊക്കക്കോ, കൊക്കക്കോ. ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും എന്റെ കൂടെ വന്നോളൂ. ഇപ്പൊ ആ പാമ്പ് നമ്മളെല്ലാരും പുറകെ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളെ കൊത്തി 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 കൊല്ലുവോ? ഇവൻ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട സിനി. അവർ ഉത്തരം പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും വേല ഒപ്പിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നീ പേടിക്കണ്ട. അവരിൽ ആരാണ് കഥ പറഞ്ഞ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നതെന്ന് നമുക്കൊരു ബെറ്റ് വെക്കാം. ഒരു പക്ഷെ നീയാണ് ജയിക്കുന്നതെങ്കിൽ നീ പറയുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യൂ. ഇത്ര മനസാക്ഷിയില്ല സംസാരിക്കരുത് സിനി. നിനക്ക് എപ്പോഴും എനിക്ക് മനസാക്ഷിയില്ല എന്ന് പറയാനേ അറിയാവൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ ആകാശത്തോടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. താഴെ ഉറങ്ങിക്കിടന്നിരുന്ന നരിയെ നോക്കി ചന്ദ്രൻ ചോദിച്ചു, എനിക്ക് വഴിതെറ്റി, എന്നെ ഒന്ന് സഹായിക്കാവോ? വഴി എനിക്കറിയാം. രാത്രി സമയങ്ങളിൽ നീ പോകുന്ന വഴിയെയാണ് ഞാനും പോകുന്നത്. അതുകൊണ്ട് വഴി എനിക്ക് നന്നായിട്ടറിയാം. നീ വിഷമിക്കാതെ, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം.
രാത്രി നേരങ്ങളിൽ നരി ഓരിയിട്ട് ചന്ദ്രൻ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നരി രാത്രി കാലങ്ങളിൽ ഓരിയിടുന്നത്. ഇപ്പൊ മനസ്സിലായോ നരി എന്തിനാണ് ഓരിയിടുന്നതെന്ന്? നിങ്ങളുടെ അടുത്തൊരു കഥ പറയൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നരിയുടെ കുഞ്ഞിനെ കാണാതെ പോയി. അത് അവിടെയും ഇവിടെയും അന്വേഷിച്ചു നടന്നു. ഓരിയിടുന്ന ശബ്ദം അങ്ങ് ചന്ദ്രൻ കേട്ടു. നീ എന്തിനാ നിലവിളിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ശരി, നീ വിഷമിക്കണ്ട. നീ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ വെളിച്ചം തരാം. നീ കുഞ്ഞിനെ അന്വേഷിക്ക്. ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പ്രകാശം രണ്ടിരട്ടിയാക്കി. ആ പ്രകാശത്തിൽ നരി ഓരിയിട്ട് തന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു. അതിന്റെ നന്ദി സൂചകമായാണ് ചന്ദ്രനെ നോക്കി നരി ഓരിയിടുന്നത്. നിങ്ങൾ പറഞ്ഞ കഥയെക്കുറിച്ച് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാം. എന്താ, അത് മതിയല്ലോ? എനിക്കെന്തോ ഫസ്റ്റ് കഥയിലാണ് ന്യായം ഉള്ളതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കഥയാണ് എനിക്ക് ന്യായമായിട്ട് തോന്നിയത്. നീ എന്തിനാ അവനെ അടിക്കുന്നത് സിനി? അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ പറയട്ടെ. അതുകൊണ്ട് വെറുതെ നീ ചെവിയെ അടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. വരെ നമുക്ക് അതിനടുത്ത് പോയി സംസാരിക്കാം. കഥയെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞോ? ആരുടെ കഥയിലാണ് ലോജിക് ഉള്ളത്? എന്റെ കഥയിലാണോ അതോ ഇവന്റെ കഥയിലാണോ? ഞങ്ങൾക്ക് ശരിക്കുള്ളൊരു നരിയെ പോയി കാണണം. അതിനോട് പോയി കഥ പറഞ്ഞ് സത്യം എന്താന്ന് അറിയണം. അപ്പോഴേ നിങ്ങൾ പറഞ്ഞ കഥ സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും പറഞ്ഞ കഥ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായാൽ അനുഭവിക്കും. എന്തുകൊണ്ട്? ചോദിക്കുന്ന കേട്ടില്ലേ, ഉത്തരം പറ. നരികളെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയാൽ നരിക്കടിക്കും. തലഞ്ഞ് നമ്മുടെ അണ്ണന്മാരതാ കണ്ണം വീഴ്ച നോക്കിക്കൊണ്ടിരിക്കും. നരികളുടെ ചന്ദ്രനെ കുറിച്ചുള്ള കഥ സത്യമാണെന്നറിയില്ല. നമ്മുടെ ആൾക്കാരെ ആ നരിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുമെന്ന എനിക്ക് സംശയം, അല്ലേ? എപ്പോഴും നമ്മൾ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മോളെ സിനിമോളെ. ഒരു നല്ല വാർത്തയുണ്ട്. ഇത്തവണ നമ്മൾ പെറ്റ്പാൽസിനെ തടഞ്ഞാൽ മതി. അതല്ലേ ഇതുവരെ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നു. അവരെ തടയാൻ ഒരു പുതിയ എതിരാളി ആവശ്യമാണ്. നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. വാ. ഇതിനകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടേ, വെളിയിൽ വാ. ബാൻഡു, പുറത്തേക്ക് വാടാ. ബാൻഡു എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് പോലെ ചെറുതായിരിക്കോ അതോ വലുതായിരിക്കോ? ആ പെറ്റ്പാൽസിനെ തോൽപ്പിക്കാനുള്ളത് അറിയാലോ. അവൻ പുറത്തു വന്നാലേ ഇവരുടെ സംശയം തീരൂ. അവൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്തു കൊണ്ടുപോവാ, അല്ലെങ്കിൽ മാനം പോകും. അതിനകത്ത് കൈയിട്ട് അവൻ കൊത്തൂലേ? കൊത്തിയാലോ അത് നിന്നെയല്ലേ കൊത്തു. എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവനെ വെളിയിൽ കൊണ്ടുവാ. എന്തിനാടാ ചിരിച്ചോണ്ട് കണ്ണു തള്ളുന്നേ? അവനെ വെളിയിൽ കൊണ്ടുവാ. പുറത്തു വാ. ആരാണത് ഉറങ്ങുമ്പോ വന്ന് സംസ്കാരമില്ലാത്ത കൂജയിൽ തട്ടുന്നത്? എവനാണോ നിങ്ങളുടെ ബാൻഡു? ഏയ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴാ വന്നത്? ആരായി കൂടെ നിൽക്കുന്ന കുട്ടിത്തേവാങ്ക്? കുട്ടിത്തേവാങ്ക് ഞാനല്ല, ദാ ഇവമാര് രണ്ടുവാ. എനിക്ക് വേണ്ടി നീ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യണം. അതിനൊരു ബഹുമതി ഞാൻ നിനക്ക് തരും. എന്തു പറയുന്നു? ബഹുമതി ഒന്നും എനിക്ക് വേണ്ട. പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. വൃത്തികെട്ടൻ എന്ന പേര് കിട്ടിയാൽ മാത്രം മതി. ഇത് വ്യത്യസ്തമായ കഥാപാത്രമാണെന്ന് തോന്നുന്നു. കഥയില് പാത്രം ഉണ്ടാവണം, പക്ഷെ പാത്രത്തിൽ കഥയുണ്ടാവരുത്. എന്തൊക്കെയോ പിച്ചും പേയും നീ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് നിന്നെ വിശ്വാസമാണ്. ആ പെറ്റ്പാൽസിനെ നീ തടയണം. എപ്പ തടയണമെന്ന് പറഞ്ഞാ മതി. അവരെ നമുക്ക് ആവശ്യമുള്ള മുത്തെടുക്കാൻ വേണ്ടി വായടക്ക്. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ശത്രുക്കൾ പെറ്റ്പാൽസ് വന്നുകൊണ്ടിരിക്കുക. അവരെ തടഞ്ഞാൽ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവര് ഭയങ്കര ബുദ്ധിശാലികളാണ്. നിങ്ങളും അല്പം സൂക്ഷിക്കണം. അവർക്ക് വേണ്ടി വല വിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കുടുങ്ങാതെ നോക്കുകയും വേണം. നീ വിരിച്ച വലയിൽ നീ തന്നെ കുടുങ്ങരുത്. ഉണർന്ന് പ്രവർത്തിക്കണം. ഓർത്തോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കിപ്പോ അറിയേണ്ട കാര്യം അവരെങ്ങനെ ഇരിക്കുമെന്നാണ്. പറഞ്ഞു തരൂ. എല്ലാം 2 ഇഞ്ചും 3 ഇഞ്ചും ഒക്കെ ഉള്ളൂ. അപ്പൊ പ്രശ്നമില്ല. എല്ലാത്തിനും ഒറ്റ വായിൽ വിഴുങ്ങിക്കളയാം. നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവർക്കേ പറ്റുന്നില്ല, നിനക്കെങ്കിലും പറ്റുമോ? അടി ഇരന്ന് വാങ്ങിക്കണോ? യവൻ പറയുന്നത് നീ കാര്യമാക്കരുത്. പെറ്റ്പാൽസിന്റെ മുന്നിൽ നീ ഭാവി കാര്യം പറയുന്ന മന്ത്രവാദിയെ പോലെ അഭിനയിക്കണം. അതിനാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. ശരി, അത് ഞാൻ നോക്കിക്കോളാം. പോകുന്ന വഴിയിൽ ഭാവി പറയുന്ന മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ വലിയൊരു പാമ്പുണ്ട്. ഇനി അതായിരിക്കോ? അവിടെ ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ചെവിയാ, അവര് ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ അതല്ല പ്രധാനം. അവര് രണ്ടുപേരും നമ്മൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തിലാ ഞാനിപ്പോ. നീ എന്നോട് പറഞ്ഞ പെറ്റ്പാൽസ് ഇവര് തന്നെയാണോ എന്ന് നോക്ക്. അവർ ഈ വഴിക്ക് തന്നെയാണ് വരുന്നത്. ഇവിടം കടന്നു പോകാൻ അനുവദിക്കരുത്. മനസ്സിലായോ? അവര് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇവരുടെ ഭാവി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്തോ. ഈ കാട്ടിൽ നിങ്ങൾ പുതുമുഖങ്ങളാണല്ലോ. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അണ്ണ, ഞങ്ങൾ ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് മറ്റൊരു പരിപാടിയും ഇല്ല. ഞങ്ങളെല്ലാം ടൂറിസ്റ്റുകളാണ്. നീ ആരാണ്, ഏതൊക്കെ സമയത്ത് ഭാഷ മാറ്റും എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. നിന്നെ പറ്റി എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ തടയാനായി ഞാൻ വന്നത്. നീ ആ സിനി തന്നെയല്ലേ? ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ എന്റെ പ്രശസ്തി കാടോളം വളർന്നിട്ടുണ്ടെന്ന്. എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ലോക പ്രശസ്തി നേടിയവളാണ്.
നീയും ചെവിയനും കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാവരും ഇപ്പൊ അകപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇതെന്തിനാ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്? മിക്കവാറും ആ മാന്ത്രികാക്ക നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ശരി, രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. മഞ്ഞക്കിളി എന്ത് പറയുന്നു? നമ്മുടെ മഞ്ഞക്കിളി ഒരു ഐഡിയ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാ നമ്മൾ നേരെ പോയി നമ്മുടെ ശത്രുവിനോട് തന്നെ വഴി ചോദിക്കണം. ഞങ്ങൾ വളരെ കഠിനമായ ഒരു കാര്യത്തിന്റെ ഉത്തരം തേടി വന്നിരിക്കുന്നവരാണ്. ഉത്തരവല്ലേ അത് ഞങ്ങൾ പറഞ്ഞോളാം. സംശയം ചോദിച്ചു വരുന്നവർക്ക് നല്ല മറുപടി നൽകി നല്ല വഴി കാണിച്ചു കൊടുക്കും. ഇതാണ് കാലങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ എന്തിനാണ് നരി ചന്ദ്രനെ നോക്കി ഓരിയിടുന്നത്? അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. രണ്ടുപേരിൽ ആരാണ് പറയേണ്ടത്? പൂവോ തലയൊന്ന് ടോസിട്ട് നോക്കാം. പൂവും തലയൊക്കെ നോക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അഥവാ ഒരു കോയിൻ കിട്ടി നമ്മൾ ഇട്ട് നോക്കിയാൽ അത് മണ്ണിനടിയിലോ മറ്റോ പോയാലോ? അപ്പൊ പൂവാണോ തലയാണോ എന്ന് അറിയാനും പറ്റില്ല, നമ്മുടെ ചോദ്യത്തിന് ഉത്തരവും കിട്ടില്ല. വേറെന്തെങ്കിലും ഐഡിയ നോക്ക്. ശരി സിനി, അക്കരെ നിൽക്കും കൊക്കക്കോ, ഇക്കരെ നിൽക്കും കൊക്കക്കോ, കൊക്കക്കോ. ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും എന്റെ കൂടെ വന്നോളൂ. ഇപ്പൊ ആ പാമ്പ് നമ്മളെല്ലാരും പുറകെ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളെ കൊത്തി 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 കൊല്ലുവോ? ഇവൻ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട സിനി, അവർ ഉത്തരം പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും വേല ഒപ്പിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നീ പേടിക്കണ്ട. അവരിൽ ആരാണ് കഥ പറഞ്ഞ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നതെന്ന് നമുക്കൊരു ബെറ്റ് വെക്കാം. ഒരു പക്ഷെ നീയാണ് ജയിക്കുന്നതെങ്കിൽ നീ പറയുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യൂ. ഇത്ര മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത് സിനി. നിനക്ക് എപ്പോഴും എനിക്ക് മനസാക്ഷിയില്ല എന്ന് പറയാനേ അറിയാവൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ ആകാശത്തോടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. താഴെ ഉറങ്ങിക്കിടന്നിരുന്ന നരിയെ നോക്കി ചന്ദ്രൻ ചോദിച്ചു, എനിക്ക് വഴിതെറ്റി, എന്നെ ഒന്ന് സഹായിക്കാവോ? വഴി എനിക്കറിയാം. രാത്രി സമയങ്ങളിൽ നീ പോകുന്ന വഴിയെയാണ് ഞാനും പോകുന്നത്. അതുകൊണ്ട് വഴി എനിക്ക് നന്നായിട്ടറിയാം. നീ വിഷമിക്കാതെ, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. രാത്രി നേരങ്ങളിൽ നരി ഓരിയിട്ട് ചന്ദ്രൻ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നരി രാത്രികാലങ്ങളിൽ ഓരിയിടുന്നത്. ഇപ്പൊ മനസ്സിലായോ നരി എന്തിനാണ് ഓരിയിടുന്നതെന്ന്? നിങ്ങളുടെ അടുത്തൊരു കഥ പറയൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നരിയുടെ കുഞ്ഞിനെ കാണാതെ പോയി. അത് അവിടെയും ഇവിടെയും അന്വേഷിച്ചു നടന്നു. ഓരിയിടുന്ന ശബ്ദം അങ്ങ് ചന്ദ്രൻ കേട്ടു. നീ എന്തിനാ നിലവിളിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ശരി, നീ വിഷമിക്കണ്ട. നീ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ വെളിച്ചം തരാം. നീ കുഞ്ഞിനെ അന്വേഷിക്ക്. ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പ്രകാശം രണ്ടിരട്ടിയാക്കി. ആ പ്രകാശത്തിൽ നരി ഓരിയിട്ട് തന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു. അതിന്റെ നന്ദി സൂചകമായാണ് ചന്ദ്രനെ നോക്കി നരി ഓരിയിടുന്നത്. നിങ്ങൾ പറഞ്ഞ കഥയെക്കുറിച്ച് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാം. എന്താ, അത് മതിയല്ലോ? എനിക്കെന്തോ ഫസ്റ്റ് കഥയിലാണ് ന്യായം ഉള്ളതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കഥയാണ് എനിക്ക് ന്യായമായിട്ട് തോന്നിയത്. നീ എന്തിനാ അവനെ അടിക്കുന്നത് സിനി? അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ പറയട്ടെ. അതുകൊണ്ട് വെറുതെ നീ ചെവിയെ അടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. വരൂ, നമുക്ക് അതിനടുത്ത് പോയി സംസാരിക്കാം. കഥയെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞോ? ആരുടെ കഥയിലാണ് ലോജിക് ഉള്ളത്? എന്റെ കഥയിലാണോ അതോ ഇവന്റെ കഥയിലാണോ? ഞങ്ങൾക്ക് ശരിക്കുള്ളൊരു നരിയെ പോയി കാണണം. അതിനോട് പോയി കഥ പറഞ്ഞ് സത്യം എന്താന്ന് അറിയണം. അപ്പോഴേ നിങ്ങൾ പറഞ്ഞ കഥ സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും പറഞ്ഞ കഥ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായാൽ അനുഭവിക്കും. എന്തുകൊണ്ട്? ചോദിക്കുന്ന കേട്ടില്ലേ, ഉത്തരം പറ. നരികളെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയാൽ നരി കടിക്കും. തലഞ്ഞ് നമ്മുടെ അണ്ണന്മാരതാ കണ്ണം വീഴ്ച നോക്കിക്കൊണ്ടിരിക്കും. ആ നരികളുടെ ചന്ദ്രനെ കുറിച്ചുള്ള കഥ സത്യമാണെന്നറിയില്ല. നമ്മുടെ ആൾക്കാരെ ആ നരിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുമെന്ന എനിക്ക് സംശയം, അല്ലേ? എപ്പോഴും നമ്മൾ ഉപ്പ് ഞാൻ എവിടെ പറയിലുണ്ട്. ഒരു ചെറിയ സഹായം ചെയ്യാമോ? അത് നീ തന്നെ എടുത്തിട്ടോളൂ പ്ലീസ്. ഇത് എവിടെ ഇടണം? 2 കാതിലും ഇട്ടോളൂ. 2 സ്പൂൺ. തീർച്ചയായിട്ടും. ഇനി കുറച്ച് എണ്ണ ആഡ് ചെയ്യൂ. എന്നിട്ട് ഒരു ലെമൺ എടുത്ത് വായിൽ വെച്ചോളൂ. അതിനുശേഷം മസാല പിടിക്കാൻ 2 മണിക്കൂർ വയ്ക്കൂ. പിന്നീട് 250 ഡിഗ്രിയിൽ ചൂടാക്കണം. ഹലോ, നിന്നോടാ പറഞ്ഞത്, കേട്ടില്ലേ? ഓവൻ ഓൺ ചെയ്യ് പെട്ടെന്ന്. ശരി സാർ. നിന്നോടല്ലേ പറഞ്ഞത് ഓൺ ചെയ്യാൻ? അല്ലല്ല, നിന്റെ അടുത്താ പറഞ്ഞത്. ശരി, വാ നമുക്ക് പോയി ഓൺ ചെയ്യാം. ഈ മുയല് തയ്യാറാകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ഉറക്കം പാസാക്കിയിട്ട് വരാം. ഉറങ്ങി എണീച്ചിട്ട് ഈ മുയലിനെ തിന്നാം. താക്കോല് എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അനങ്ങാതിരിക്കണം, അല്ലെങ്കിൽ മസാലയൊക്കെ താഴെ പോകും.
എങ്ങനെയെങ്കിലും നമുക്ക് മാൾട്ടോയെ തോൽപ്പിച്ച് നമ്മുടെ ചെവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. പക്ഷെ മാൾട്ടോയെ നേരിടാൻ നമുക്ക് എന്തെങ്കിലും ഐഡിയ വേണമല്ലോ. പറ മഞ്ഞക്കിളി. ഇത് തന്നെയാണ് പറ്റിയ അവസരം. അതെന്തോന്നായിരിക്കും? ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു രാജാവ് ഇതുപോലെയാണ് ഒരു മോൺസ്റ്ററെ തോൽപ്പിച്ചത്. ഇതുപോലെ ഒരു ലൈറ്റ് ഉപയോഗിച്ച് അയാളെ പൊട്ടക്കിണലിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. അതാ നമ്മളും ചെയ്യേണ്ടത്. ഇല്ല, അത് നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. അത് ഇവിടെ എങ്ങും കിട്ടില്ല. അതവൻ കണ്ടുപിടിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, എന്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ലൈറ്റിംഗ് ബോർഡ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു മിഷനാണ് ആവശ്യമുള്ളത്. എല്ലാവരും വരും. മഞ്ഞക്കിളി ഇത് കിണർ കുഴിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയാ ലൈറ്റിംഗ് കണ്ടുപിടിക്കും? ഒരു ഫണൽ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ശരി, അതിനിടയ്ക്ക് ഞാൻ ചെവിനെ രക്ഷപ്പെടുത്താൻ വഴിയുണ്ടോ നോക്കട്ടെ. ആ കിരീടം എടുത്തോണ്ട് വരാം. ആകാശം ഇരുണ്ടു തുടങ്ങി. വേഗം ജോലി ഫിനിഷ് ചെയ്യണം. വരൂ. ഹായ്, നിങ്ങൾ വന്നല്ലേ? നിങ്ങൾ പെട്ടെന്ന് തന്നെ രക്ഷിക്ക്. പക്ഷെ മസാല ഒന്നും വെളി പോവരുത്. നിനക്കൊന്ന് പതുക്കെ സംസാരിക്കാവോ? എല്ലാരും എണീക്കും. പോട്ടെ, ആ കിരീടം എവിടെയാ ഇരിക്കുന്നതെന്ന് പറ. ഒന്ന് വേഗം പറ. പിന്നെ അതാ ലോക്കറിലുണ്ട്. അതിന്റെ താക്കോൽ മാൾട്ടയുടെ കയ്യിലുണ്ട്. മഞ്ഞക്കളി, നീ എന്ത് ചെയ്യുന്നു? അവനിപ്പോ മാൾട്ടയെ വെളിയിലേക്ക് എത്തിക്കാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക. വെളിയിൽ ഞങ്ങളൊരു ഐഡിയ വെച്ചിട്ടുണ്ട്. ഐഡിയ വെച്ചിട്ടുണ്ടെന്നാ? അതൊക്കെ നിനക്ക് ഞാൻ സൗകര്യം പോലെ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് വെളിയിൽ പോവാം. വാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. നേരം വെളുത്തു തങ്കു. എന്നെ കൊണ്ട് പറ്റൂല. ഇന്നലെ ഞാനാ ഉണ്ടാക്കിയത്, ഇന്ന് നീ ഉണ്ടാക്കിയാ മതി. ആരോ ആ ബോക്സ് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങൾ ഇതല്ലേ അന്വേഷിക്കുന്നതാ? നോക്കേ, അവരെ പിടിക്ക് പെട്ടെന്ന്. ഇതിൽ നിന്ന് ലൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ആ മാൾട്ടോയെ ഞാൻ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കോ. അയ്യോ, പെട്ടെന്ന് ആ കിരീടം കൊണ്ടുവയ്ക്ക്. ആ കുഴിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്ക്. എന്നിട്ടത് മൂട്. ആ കിരീടം അവിടെയുണ്ട്. നിങ്ങൾ പോയി എടുത്തിട്ട് വാ പെട്ടെന്ന്. ഒരു മിനിറ്റ്, ഈ കഥ എനിക്ക് നന്നായിട്ട് അറിയാം. ആ കിരീടത്തിന്റെ അടുത്തൊരു പാഴടഞ്ഞ കിണറുണ്ടാകും. ഇത്തരം ഐഡിയകൾ ഉപയോഗിച്ചൊന്നും എന്നെ ആർക്കും പറ്റിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ സാറിന് എങ്ങനെ അറിയാം? അത് തന്നെ, ഇത് സാറിന് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചല്ലോ, പിന്നെ എന്തിനാ നീ ചോദിക്കുന്നത് തങ്കു? എന്നെ പോലത്തെ മോൺസ്റ്ററുകളെ നശിപ്പിക്കാൻ ഇതാണൊരു വഴി. ഇതൊക്കെ ഞാൻ പഴയ സിനിമയിൽ കണ്ടിട്ടുണ്ട്. സൂക്ഷിച്ചു വേണം. എല്ലാവരും പെട്ടെന്ന് കുനിഞ്ഞേക്കൂ. മിസ്സായി പോയി. ലോണ്ട ഒരു മരം മുറിഞ്ഞു വരണ സാറേ. ഇനി നമുക്ക് പോയി ആ കിരീടം എടുത്തോണ്ട് വരാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വലിയ കിണറുണ്ട് കേട്ടാ, സൂക്ഷിക്കണേ. ശരി, നീ ചെയ്തതെന്തായാലും നന്നായി. ഇനി ശരിക്കുള്ള കിരീടം എടുത്തോണ്ടാ നമുക്ക് രാജാവിനെ ഏൽപ്പിക്കാം. ഞാൻ ആ രാജാവിനും മകുടം ചേർത്താൻ പോവാ. ഇതാണ് എന്റെ വലിയ സ്വപ്നം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രാജാവ് ആരാണ്? പറയൂ സിനി. ഇതാണ് നമ്മുടെ പുതിയ രാജാവ്. ഹേ, ബൈ ബൈ. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ഇനി ആ മുത്ത് തന്നെങ്കിൽ ഞങ്ങളങ്ങ് പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ മാൾട്ടോ പെറ്റ്പാൽസിനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിരിക്കുമെന്നാണ്. അയ്യോ ഇല്ല, അവരതാ പോകുന്നു. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നിർത്താൻ പോകുന്നില്ല. ഈ കാര്യം നീ എപ്പോ എന്നോട് പറയാന്നാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നേ? നീ അവസാനം കണ്ടുപിടിച്ചത് എന്താണെന്ന് എന്നോടും കൂടി ഒന്ന് പറ. പ്ലീസ് പറ. അവനെ എടുത്തെന്ന് അറിയാമോ? എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, അത് അവൻ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇല്ലേ? എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് എവിടെ വച്ചെന്നും ഓർമ്മയില്ല. ചെവിയോ ചെവിയോ ചെവിയോ, ആ മുത്ത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ഉറപ്പായിട്ട് അത് നീ തന്നെ എടുത്ത് കഴിച്ചിരിക്കും. ചെവിയോ, നീ സത്യം പറയുന്നുണ്ടോ അതോ ഇല്ലേ? മുത്തിന് എത്ര അഴകുള്ളതാണെങ്കിലും ഞാനത് കഴിക്കില്ല. ശരി, ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നീ ഈ 3 നമ്പറിൽ ഒരെണ്ണം സെലക്ട് ചെയ്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഈ കവറിൽ എന്താ ഉള്ളത്? ഇതിൽ ഈസി ആയിട്ടുള്ള 3 വഴികളുണ്ട് നീ കഴിച്ച മുത്ത് കണ്ടുപിടിക്കുന്നതിന്. ഫസ്റ്റ് എൻവലപ്പിനകത്ത് ഗോൾഡ് ജമ്പിംഗ് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് കവറിനകത്തുള്ളത് പോലെ തന്നെ സെക്കൻഡ് കവറിനകത്തും ഒരു മെത്തേഡ് ഉണ്ട്. നീ വേഗം ഇതിലൊരെണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വഴി സ്വീകരിക്കണമെന്ന് മനസ്സിലാകും. മൂന്നാമത്തെ കവറില. മൂന്നാമത്തെ കവറിൽ എന്തിരിക്കുമെന്ന് അറിയാമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയണോ? മുയലിന്റെ വലിപ്പത്തിലുള്ള ഒരു പന്ത് വെച്ച് നിന്നെ അമ്മാനോടി കളിക്കണമെന്നാ ഇതിനകത്തുള്ളത്. കേട്ടോടാ? നമ്പർ 1 ചൂസ് ചെയ്യാം. അതിൽ എന്താ ഉള്ളതെന്ന് പറയാമോ? നമ്മുടെ കണ്ടസ്റ്റന്റ് നമ്പർ 1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗോൾഡ് ജമ്പിംഗ് മെത്തേഡ്. അതെന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ എന്റെ കൂടെ വാ.
ഇങ്ങോട്ട് വാ ചെവിയ. ഈ കയറിനെ നിന്റെ കാലിൽ കെട്ടി നേരെ താഴേക്ക് ചാടണം. അത്രേ ഉള്ളൂ. ഈ റോപ്പിന്റെ എൻഡ് വരുന്നത് ഈ റോപ്പിനെ നീ ടൈറ്റായിട്ട് പിടിക്കണം. ടൈറ്റായി കഴിയുമ്പോൾ ആ മുത്ത് റോക്കറ്റ് പോലെ പുറത്തേക്ക് വരും. എങ്ങനെയുണ്ട് ഐഡിയ? ഒരു നിമിഷം വെയിറ്റ് ചെയ്. നീ പറഞ്ഞ പോലെ ഈ റോപ്പ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ മുത്ത് ഉടനെ വെളി വരും. അപ്പൊ പിന്നെ മുത്ത് വേസ്റ്റ് ആയിട്ട് താഴെയല്ലേ വീഴൂ. ഈ ഐഡിയ ഒന്ന് മാറ്റണം. നിനക്ക് വട്ടുണ്ടാടാ. നീ അല്ലേ ഈ ഐഡിയ ചൂസ് ചെയ്തത്. അപ്പൊ പിന്നെ നീ ചെയ്തേ തീരൂ. മനസ്സിലായല്ലോ? ഈ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഇത് നോക്ക്. ഇത് വെച്ചോ. നീ ചാടിയാലുടനെ ഇത് നിന്റെ വായ്ക്ക് നേരെ പിടിക്കണം. അതെ, നിനക്ക് നിന്റെ വായ എവിടെ ഇരിക്കണം എന്ന് അറിയാമോ ചെവിയ? പിന്നെ അത് കറക്റ്റ് ആയിട്ട് അറിയാം. അത് വെച്ചല്ലേ ഞാൻ ക്യാരറ്റ് ഒക്കെ കഴിക്കുന്നത്. ഇതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മുത്ത് കഴിച്ചിട്ടേ ഇല്ല, പിന്നെ എന്തിനു ചാടണം? നീ ചാടിയ തീരൂ. ചാടടാ. കടവുളേ, കണ്ടില്ലേ മുത്ത് വായിന്ന് വെളി വന്നില്ല. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? എന്നെ മുകളിലോട്ട് വലിക്ക് വേഗം. ശരിയായില്ല. കുറച്ചുകൂടെ വലിയ കയറ് വെച്ച് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. മുത്ത് ഞാൻ കണ്ടുപിടിച്ചു. ഇത് എവിടെ ഇരുന്നു? നിന്റെ കട്ടിലിന്റെ അടുത്തുള്ള മേശപ്പുറത്തിരുന്നു. അപ്പൊ അത് ആ വിളക്കിന്റെ അടുത്താണോ ഇരുന്നത്? അതോ എന്റെ കണ്ണ പോയത്? മാർക്കോ പോളോ അതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാം, കേട്ടോളൂ. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരിടത്ത് 2 മലകൾക്കിടയിൽ ഒരു ഗർത്തമുണ്ടായിരുന്നു. അവിടെ വൈരങ്ങൾ മിന്നിത്തിളങ്ങുമായിരുന്നു അത്രേ. പക്ഷെ ആർക്കും അവിടെ പോകാൻ സാധിക്കില്ലായിരുന്നു. ഡയമണ്ട്സ് എടുക്കാൻ വന്നവർ അവിടേക്ക് ചില മാംസകഷ്ണങ്ങൾ എറിഞ്ഞു അത്രേ. ആ മാംസകഷ്ണങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും താഴേക്ക് വീണു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു കഴുകൻ വന്നു. ആ ഗർത്തത്തിനകത്തുള്ള മാംസകഷ്ണങ്ങൾ അവൻ കണ്ടു. ആ മാംസകഷ്ണങ്ങൾ തന്റെ കൂട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു. ഡയമണ്ട് മോഷ്ടിക്കാൻ വന്നവർ അതിന്റെ അടുത്തു നിന്നും അത് തട്ടിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടത്തി. പരുന്ത് പോയ സ്ഥലത്തേക്ക് അവർ പിന്തുടർന്നു പോയി. അത് കൊള്ളാലോ. പിന്നെ എന്തിനാ നമ്മൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? എന്തിനാ എല്ലാരും ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? 100 കണക്കിന് ഡയമണ്ട്സാ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ പോകുന്നത്? ശരി പറ മോബി, ആ മല ശരിക്കും ഏത് ഭാഗത്താ ഉള്ളത്? അത് നോർത്ത് ഈസ്റ്റിലാ ഉള്ളത്. നോർത്തോ അതോ ഈസ്റ്റോ? എന്താ പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലായില്ലേ? കുറച്ച് നോർത്ത്, കുറച്ച് ഈസ്റ്റ്. ഏതോ ഒന്ന്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നോർത്ത് ആയാലും ശരി, ഈസ്റ്റ് ആയാലും ശരി, ആ ഡയമണ്ട്സ് എന്റെ കയ്യിൽ വന്നു തന്നെ ആവണം. പെട്ടെന്ന് വാ, നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണമെന്ന്. വേഗം വാ. എന്താ കാര്യം എന്ന് പറ. എന്തുകൊണ്ട് ഞങ്ങൾ അവിടെ പോകരുതെന്ന് നീ പറയുന്നത്? എന്താ നടന്നു പോകാൻ പറ്റില്ലെന്നോ? അപ്പൊ പിന്നെ എങ്ങനെയാ പോകുന്നത്? വണ്ടിയിൽ പോകാൻ പറ്റുമോ നമുക്ക്? ഇതാ ഇങ്ങോട്ട് നോക്ക്. നിന്റെ ഈ ഐഡിയ ഒന്നും ശരിയായില്ല. ഈ നടുക്കാട്ടിന് നമ്മൾ എങ്ങനെയാ അവിടേക്ക് പോകുന്നത്? ബസ്സോ മറ്റോ വരുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിഫ്റ്റ് വേണോ? തീർച്ചയായും വേണം. ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഒന്നുകൊണ്ട് എത്തിക്കാവോ? നിങ്ങൾ വിഷമിക്കേ വേണ്ട. നിങ്ങളെ ഞാൻ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഞങ്ങൾ എവിടെ ആയിരിക്കും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം.